ഈ 155cc ഉള്ളൊരു വണ്ടി 155 km/h ആർജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഈ V3 കൊണ്ട് സാധിക്കും. അത് ഇതിന്റെ പൊസിഷനും ഇതിന്റെ എയറോഡൈനാമിക്സും ഇതിന്റെ ഡ്രൈവിംഗ് സ്റ്റൈലും പിന്നെ ഇതിന്റെ വിവിയും കൂടി കാരണമാണ്. ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു ടുഡേസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് BS6 R15 V3 ആണ്. അപ്പോൾ R15ന്റെ കാര്യം പറയുമ്പോൾ BS4ൽ നിന്ന് BS6 വന്നേക്കുന്ന വ്യത്യാസങ്ങളെ പറ്റി പറയാം. അപ്പം മെയിൻ ആയിട്ട് വന്നേക്കുന്ന കളർ സ്കീമിൽ വന്നേക്കുന്ന ചേഞ്ച് ആണ്. ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നൊരു കളറാണ്, പക്ഷെ ഇതിന് BS4ലും ഇതേ കളർ സ്കീം തന്നെയായിരുന്നു. ഈ BS6 വന്നപ്പോഴും വലിയ കളർ ഡിഫറൻസ് ഇല്ല. പിന്നെ അടുത്തതായിട്ട് വന്നേക്കുന്ന സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ മീറ്ററിലല്ല, പക്ഷെ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ വണ്ടി ഇഗ്നീഷൻ ഓൺ ആവില്ല. അതാണ് പുതിയതായിട്ട് വന്നേക്കുന്ന അപ്ഡേഷൻ. പിന്നെ അടുത്തതായിട്ട് വന്നേക്കുന്നത് BS6 വണ്ടിയിൽ ഡ്യുവൽ ഹോൺ ആണ് വന്നേക്കുന്നത്. ഞാൻ കേൾപ്പിച്ച് കാണിച്ചു തരാം. കുറച്ചുകൂടി ഒരു സൗണ്ട് ഉണ്ട് ഇപ്പോഴത്തെ വണ്ടിയിൽ. നേരത്തെ ഇത്രയും സൗണ്ട് ഉണ്ടായില്ല. പിന്നെ പറയാനുള്ള BS6 വണ്ടിയുടെ സൗണ്ട് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ആയെന്ന് എനിക്ക് തോന്നി. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അതിന്റെ കറക്റ്റ്നെസ് എനിക്കറിയില്ല. കുറച്ചുകൂടി സ്വീറ്റ് ആയെന്ന് തോന്നി. ഞാൻ കേൾപ്പിച്ച് കാണിച്ചു തരാം. നമുക്കപ്പോൾ വണ്ടിയുടെ റിവ്യൂ തുടങ്ങാം. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അതിന് ഒരു വലിയ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഷീൽഡ് യൂസ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു ഹൈ സ്പീഡ് ക്രൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എയറിൽ നിന്ന് നിങ്ങളെ തടയുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെയായിട്ട് ഒരു LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഈ LED ഹെഡ്ലൈറ്റിന് വിസിബിലിറ്റി കുറച്ച് കുറവാണെന്നാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയേക്കുന്നത്. ലൈറ്റിന് വിസിബിലിറ്റി കുറവായിട്ടല്ല, പക്ഷെ ഒരു ത്രോ കുറവാണ്. അതായത് അധികം സ്ഥലത്തേക്കൊന്നും സ്പ്രെഡ് ആവുന്നില്ല. അതായത് ഫ്രണ്ടിലേക്ക് മാത്രമേ ഈ ലൈറ്റ് വിസിബിലിറ്റി ഉള്ളൂ. അത് സൈഡിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടു, ഇത് നമ്മുടെ ZX10R, അതായത് ഒരു 2014-15 മോഡൽ ZX10Rൽ വലിയൊരു എയർ ഇൻടേക്ക് ഉണ്ട്. അപ്പൊ അതേപോലെ ഒരു ഇൻസ്പയർഡ് ആയിട്ടൊരു ഫേക്ക് എയർ ഇൻലെറ്റ് ഇതിൻ്റെ ഉള്ളുണ്ട്. പക്ഷെ ഇത് വെറും ഫേക്ക് ആണ്. ഇതിൽ നിന്ന് ഒരു എയർ ഇൻടേക്ക് ഒന്നുമില്ല ഈ വണ്ടിയിൽ. പിന്നെ BS6 വണ്ടിയിൽ വന്നേക്കുന്ന വ്യത്യാസമാണ് ഈ ടയർ. BS4 വണ്ടിയിൽ നൈലോൺ ടയേഴ്സ് ആയിരുന്നു, അപ്പോൾ ഇതിൽ വന്നേക്കുന്ന റേഡിയൽ ടയേഴ്സ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ഇത് ഏകദേശം 282 mm ആണ് ഈ ഡിസ്ക് ബ്രേക്കിന് വലുപ്പം. ഫ്രണ്ടിൽ ABS ഉണ്ട്, ബാക്കിൽ ABS ഉണ്ട്. ഇത് ഡ്യുവൽ ചാനൽ ABS കൂടിയ വണ്ടിയാണ്. നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് വരുന്ന സമയത്ത് ഒരു VVയുടെ ബ്രാൻഡിങ് അവിടെ, R15ന്റെ ബ്രാൻഡിങ് ഇവിടെ. അപ്പോൾ BS4ൽ ഈ സെയിം കളർ സ്കീം ഉണ്ടായിരുന്നു, പക്ഷേ അത്ര വലിയ മാറ്റം BS4 BS6ൽ ഈ ഒരു കളറിലില്ല. എൻ്റെ വണ്ടി V2 ആയിട്ട് ഈ വണ്ടി കമ്പയർ ചെയ്യുമ്പോഴേ ഇതിന്റെ ഡ്രൈവർ സീറ്റ് ആണ് റിമൂവബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ. V2ൽ റിയർ സീറ്റും. പിന്നെ റിയർ സീറ്റ് ഒരു ചെറിയ സീറ്റാണ്, പില്ലൻ ഫ്രണ്ട്ലി അല്ല ഒരുവിധം. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു LED ടെയിൽ ലൈറ്റും 2 ഹാലജൻ ബൾബുമാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2 റിഫ്ലക്റ്റേഴ്സ് ഈ 2 സൈഡിലും ഉണ്ട്. ഫ്രണ്ടിലും 2 ഹാലജൻ ബൾബ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ടയർ ഹഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വലിയ യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. നല്ലൊരു ടയർ ഹഗർ ഉണ്ട് ഈ വണ്ടിയിൽ. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സാരി ഗാർഡ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് റെസ്റ്റ്, റിയർ സീറ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറുതാണ്. നമ്മുടെ അമ്മയെ പെങ്ങളെയൊക്കെ കൊണ്ടുവച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയാനുള്ളതാണ് ഇതിന്റെ സ്വിംഗ് ആം. ഒരു അലുമിനിയം സ്വിംഗ് ആം ആണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അത് വെയിറ്റ് റിഡക്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കുറച്ചൊരു കോർണറിംഗ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഇതിന്റെ സസ്പെൻഷനെ പറ്റി പറയാൻ വിട്ടുപോയി. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്, ബാക്കിൽ മോണോഷോക്ക്, രണ്ടും നോൺ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിട്ട് നോക്കുവാണെങ്കിൽ ഒരു ബേസിക് ഐറ്റംസ് ഈ വണ്ടിയിലുള്ളൂ. ഹോണ്, ഇൻഡിക്കേറ്റർ, പാസ്, ഹൈ ബീം, ലോ ബീം, അത്രേ ഉള്ളൂ. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇഗ്നിഷൻ, എഞ്ചിൻ കിൽ സ്വിച്ച്, ഓൺ സ്വിച്ച്. പിന്നെ ഈ വണ്ടിയുടെ മീറ്ററിനെ പറ്റി പറയുവാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. കാണിച്ചു തരാം. ഇവിടെ ഗിയർ ഇൻഡിക്കേറ്റർ, RPM, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേറ്റർ. നമ്മൾ മോഡിലേക്ക് മാറ്റുവാണെങ്കിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ടൈം, പിന്നെ മൈലേജും ഉണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ സൈഡിലത്തെ ഇൻഡിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, ഹൈ ടെമ്പറേച്ചർ, ചെക്ക് എഞ്ചിൻ സ്വിച്ച്, പിന്നെ ABS. ഈ വണ്ടി ഡ്യുവൽ ചാനലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഹൈ ബീം, ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച്.
പിന്നെ ഇതിലും MT-യിലും മാത്രമായിട്ട് കാണുന്ന സംഭവമാണ്. ഒന്ന് വണ്ടി ഓൺ ആകുമ്പോൾ ഇവിടെ നമ്മുടെ പേര് എഴുതി കാണിക്കും. അത് ഏത് പേരാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ പേര് കാണിക്കും. ഇവിടെ ഹായ് കാണിച്ചിട്ട് പേര് കാണിക്കും. ഇത് VV-യുടെ മാർക്കിംഗ് ആട്ടോ. അത് ഇവിടെ വന്ന് കത്തിയത്. ഇത് RPM ലിമിറ്റിന്റെ ലൈറ്റ്. പിന്നെ ഓഫ് ആവുന്ന സമയത്ത് CU എന്ന് പറഞ്ഞ് കാണിച്ചാണ് ഓഫ് ആവുന്നത്. V3യുടെ കാര്യം പറയുമ്പോൾ ഇതിന്റെ സീറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട സംഭവമാണ്. അതായത് ഈ V3യുടെ സീറ്റിന്റെ സെയിം ലെവൽ തന്നെയാണ് ഇതിന്റെ ഹാൻഡിൽ വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നതിന്റെ സെയിം ഹൈറ്റ് ഇട്ട് കിടന്ന് വേണം ഈ വണ്ടി ഓടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അഗ്രസീവ് ആണ് ഈ വണ്ടി. പിന്നെ R15 V3നെ പറ്റി എടുത്തു പറയേണ്ട കാര്യമാണ്, ഒരു 150cc സെഗ്മെന്റിലെ എല്ലാ ചിന്തകളും മാറ്റിമറിച്ച ഒരു വണ്ടി തന്നെയാണിത്. ഈ 155cc ഉള്ള ഒരു വണ്ടി 155 km/h ആർജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഈ V3 കൊണ്ട് സാധിക്കും. അത് ഇതിന്റെ പൊസിഷനും ഇതിന്റെ എയറോഡൈനാമിക്സും ഇതിന്റെ ഡ്രൈവിംഗ് സ്റ്റൈലും പിന്നെ ഇതിന്റെ VVM കൂടി കാരണമാണ്. അപ്പൊ നമുക്ക് R15ന്റെ റൈഡിംഗ് പോസ്റ്ററിൽ തന്നെ തുടങ്ങാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഓടിക്കാം, വേണമെങ്കിൽ ഇവിടെയും ഇരുന്ന് ഓടിക്കാം. പക്ഷെ ഇവിടെ ഇരുന്നാണ് ഈ വണ്ടി ശരിക്കും ഓടിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പോൾ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കറക്റ്റ് പോസ്റ്ററിലേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ എങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞേ ആദ്യം തന്നെ നമ്മൾ ബാക്കിലേക്ക് ഏറ്റവും ഇറങ്ങിയിരിക്കണം. അതായത് ബാക്കിയിട്ട് ഇറങ്ങിയിരുന്നിട്ട് ഈ രണ്ട് കാലുകൾ ഉണ്ടല്ലോ, ഈ രണ്ട് കാലുകൾ കൊണ്ട് ഈ ഒരു ടാങ്കുമ്പോൾ മുറുക്കെ പിടിക്കണം. ഞാനപ്പോൾ സ്റ്റാൻഡിലിട്ട് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് കാലുകൾ കൊണ്ട് ടാങ്ക് മുറുക്കെ പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ രണ്ടും ബലത്തിലല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പിടിക്കണം. അതായത് നമ്മുടെ വെയിറ്റ് വണ്ടി കയ്യിലോട്ട് വരാണ്ട് ഈ കാലുകളിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിട്ടൊന്ന് ലീൻ ചെയ്തിട്ട് വേണം ഈ വണ്ടിയിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി. നമുക്ക് ഇവിടെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, നടുവിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ ഒറിജിനൽ റൈഡിംഗ് പോസ്റ്റർ. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു 815 mm വരുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 175 cm ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് രണ്ട് കാലം ഫുൾ ഫൂട്ട് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു 170 ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഫുൾ ഫൂട്ട് കിട്ടും ഈ വണ്ടിയിൽ. ഞാൻ ഇരുന്നിട്ടും എനിക്ക് ഫുൾ ഫൂട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് വെയിറ്റ് ഏകദേശം ഒരു 142 ആണെന്ന് തോന്നുന്നു. 142 ആയിട്ടും വണ്ടി ഫ്ലിക്ക് ചെയ്യാൻ നല്ല സുഖമാണ് ഈ വണ്ടി. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതായത് എനിക്ക് ഈ വണ്ടി ഓടിച്ച് ആളുകൾ ഓടിക്കുന്നത് കണ്ടിട്ടൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ. ഈ വണ്ടി എനിക്ക് ഒരു 20യുടെയും 28ന്റെയും ഇടയ്ക്കുള്ള ആളുകൾ ഓടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ബാക്കിയുള്ളവർക്ക് ഓടിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായിരിക്കും ഈ വണ്ടി ഏറ്റവും ചേർച്ച. പിന്നെ ഹൈറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 165 അല്ലെങ്കിൽ 167 തൊട്ട് ഒരു 173 175ന്റെ ഇടയ്ക്കുള്ളവർ ഹൈറ്റ് ഉള്ളവർ ഓടിക്കുമ്പോഴായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ അവർക്ക് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് ഈ വണ്ടിയുടെ പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവർക്ക് ചിലപ്പോൾ കൈ എത്തൂല അല്ലെങ്കിൽ കാലെത്തൂല, അപ്പോൾ കയറി ഇരിക്കേണ്ടി വരും, ഇറങ്ങിയിരിക്കേണ്ടി വരും. അപ്പോൾ ഈ പോസ്റ്ററിൽ നിന്ന് വ്യത്യാസം വരും, അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഏകദേശം ഒരു 55 തൊട്ടൊരു 65-70 വരെയുള്ള വെയിറ്റ് ഉള്ളവർക്കായിരിക്കും ഈ വണ്ടി ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അവർക്കാവുമ്പോൾ അത്ര പെയിൻ വരാൻ ചാൻസ് ഇല്ല, അവരുടെ ബോഡിയിൽ അത്ര പെയിൻ ഇല്ല. ഇങ്ങനെ കിടന്ന് ഓടിക്കുമ്പോഴൊക്കെ, അല്ലാണ്ട് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. അല്ലാത്തവർക്ക് ചെറിയ രീതിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ പില്ലർ സീറ്റിനെ പറ്റിയാണ്. പരമാവധി ഈ വണ്ടിയിൽ പില്ലർ സീറ്റിൽ ആരെയും കയറ്റാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം ആരെങ്കിലും ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പോസ്റ്ററിൽ നിന്ന് നിങ്ങൾ അറിയാണ്ട് തന്നെ വ്യത്യാസം വരും. ഈ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെയിൻ വരാൻ ചാൻസ് കൂടും, നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് സംസാരിക്കാം. ഇതിൽ 155cc 4 സ്ട്രോക്ക് എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കി സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 18.5 bhp 16 RPM പിന്നെ 14 Nm ടോർക്ക് 8500 RPM ഈ വണ്ടി കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയിലുള്ളത്. നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഒന്ന് വെട്ടിച്ച് ഓടിക്കണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് വീശി എടുത്തിട്ട് പെട്ടെന്ന് ത്രോട്ടിൽ എടുക്കണമെങ്കിലും ഒക്കെ ഒരു റെസ്പോൺസ് വണ്ടിയിലുണ്ട്. അപ്പൊ
ഇപ്പോൾ ഈ VVA എന്ന് പറഞ്ഞ സാധനം കിക്കിങ് ചെയ്യുന്നത് ഏകദേശം ഒരു 8000 RPM ശേഷമാണ്. പക്ഷേ ഈ വണ്ടി ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല. ആകെ 300 കിലോമീറ്റർ അടുത്ത് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇപ്പം എനിക്ക് ഈ വണ്ടിയിൽ VVA എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ വഴി കുറച്ച് മോശമാണ്, അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, വേറൊരു വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് വണ്ടി റെഡ് ലൈൻ ചെയ്ത് ഓടിക്കണം. അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും കുറച്ച് റെഡ് ലൈൻ ചെയ്ത് ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അതായത് വണ്ടി ഒരു 6000 അല്ലെങ്കിൽ ഒരു 8000 RPM ശേഷം ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബീച്ചിന്റെ കേസിൽ വേറെ ഇതാണ്. കാര്യം വണ്ടിക്ക് ഒരു 8000 RPM ശേഷമാണ് VVA വരുന്നത്, ഓണാവുന്നത്. പക്ഷേ VVA ഓണായി കഴിഞ്ഞാൽ വണ്ടി വേറൊരു ലെവലാണ്. കാര്യം ഈ ഒരൊറ്റ വണ്ടിയിൽ എനിക്ക് എന്തോരം ഒരു 100 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കാം VVAയില്. സാധാരണ ഒരു വണ്ടിയാണെങ്കിൽ സാച്ചുറേറ്റഡ് ആ ഒരു കിട്ടുമ്പോഴും വണ്ടിക്ക് തന്നെ കുറച്ചൊക്കെ പിന്നെ കയറാൻ ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഈ VVAയില് അതൊന്നുമില്ല, വണ്ടി സ്മൂത്തായിട്ട് കയറി പോകും. പിന്നെ വണ്ടിയുടെ ടോട്ടൽ റെസ്പോൺസ് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിക്ക് ഈ ആക്സിഡന്റ് ഗ്രിപ്പ് ചെയ്യുമ്പോൾ നല്ല തെറിച്ച് നിൽക്കുക വണ്ടി. അത് എന്താണെന്ന് പറയുന്നത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. പിന്നെ യമഹ ഫാൻ്റെ ആണ് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് R15 എന്ന് പറയുന്നത് ഒരു വികാരമാണ്. നിങ്ങളിപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എൻ്റെ പേഴ്സണലി എൻ്റെ സ്വന്തം വണ്ടി പറയുന്നത് ഒരു R15 V2 ആണ്. അപ്പൊ എൻ്റെ R15 V2 ഈ വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ളത് ആകെ സ്പെക്കിന് വ്യത്യാസം വരുന്ന ഒരു 145cc V2 155cc V3 ആണ്. പക്ഷെ വെറും 6cc അല്ല ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞ VVAയിലാണ് നല്ല വ്യത്യാസമുണ്ട്. അത് ഒരു തവണയെങ്കിലും VVAയുള്ള വണ്ടി ഓടിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ക്ലച്ച് ഫീൽ പറയണല്ലോ, നല്ല ലൈറ്റ് ക്ലച്ചാണ്. കാര്യം ട്രാഫിക് കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കുറച്ച് എളുപ്പമുള്ള വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയിലെ സ്ലിപ്പർ ക്ലച്ച് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 6 ഗിയറൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ഡൗൺ, 6 അല്ല ഒരു 3 ഗിയറൊക്കെ ഒരുമിച്ച് ഡൗൺ ചെയ്താലും വണ്ടിക്ക് അത്ര ഒരു പവർ ലോസ് ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല വണ്ടിക്ക്. അപ്പൊ ഈ സ്ലിപ്പർ ക്ലച്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വേണമെങ്കിൽ അതും വേറെ വ്ലോഗായിട്ട് ചെയ്യാം, കമന്റ് ചെയ്താൽ മതി. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഹൈ ഗിയറിൽ വേണമെങ്കിൽ ലോ സ്പീഡിൽ പോവാം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ 60 ഗിയറിൽ ഏകദേശം ഒരു 39-40 സ്പീഡിലാണ് പോണേ. പക്ഷെ അത്ര ഒരു അടിയില്ല, അതായത് ചെയിനടി അല്ലെങ്കിൽ എന്തിനു കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. അതിപ്പോ എന്റെ V2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്പീഡിൽ നല്ല രീതിയിൽ അടിക്കും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ VVAയുടെ യൂസ്. ഈ ഒരു ഗിയർ റേഷ്യോനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കുറച്ച് ലോവർ റേഞ്ചിങ് ആണ്. അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ മാറ്റി വരും. ഇതിന്റെ 4th, 5th, 6th അത് നല്ല രീതിയിൽ റിവ്യൂ ചെയ്തു. അതായത് കുറച്ചൊരു RPM അടിച്ച് കുറച്ച് ടൈം എടുത്ത് കുറച്ച് എൻജോയ് ചെയ്ത് മാറ്റേണ്ട ഗിയേഴ്സ് ആണ്. അത് ഫസ്റ്റ് സർവീസ് കഴിയാത്ത വണ്ടി ആയതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരുന്നില്ല. പിന്നെ ഇതിന്റെ മിറേഴ്സിനെ പറ്റി പറഞ്ഞല്ലേ, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിറർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത്. നല്ല വൈഡൊക്കെയാണ്. പിന്നെ പേഴ്സണലി മിറർ അത്ര ക്വാളിറ്റി ഞാൻ തോന്നുന്നു. നല്ല ഗ്ലാസ് ഇവിടെ സൈഡിലൊക്കെ ഒരുമാതിരി വലിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ തോന്നുന്നു ഇവിടെ ഉണ്ട് വലിഞ്ഞു നിൽക്കുക ഇമേജ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇവിടെ ഒരു വലിഞ്ഞു നിൽക്കുക. ഇപ്പൊ എഞ്ചിൻ സൈഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി പറയാം. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആണ്, അതായത് അത്യാവശ്യം ബമ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. വണ്ടിയുടെ റിയർ സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ റിയർ സസ്പെൻഷൻ കുറച്ച് റഫാണ്. അത് വണ്ടിയെ കുറ്റമല്ല, പക്ഷെ ഇതൊരു ട്രാക്ക് ബേസ്ഡ് വണ്ടിയാണ്, റോഡ് ബേസ്ഡ് അല്ല. ട്രാക്കിന് ബിഗിനർ ഫ്രണ്ട്ലി ട്രാക്ക് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കോർണേഴ്സിനൊക്കെ ഈ സസ്പെൻഷൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റഫാണെന്ന്. റഫാണ്, പക്ഷെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്താ പറയാ, അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല. അതായത് ഒരു ലോഡിൽ ഈ ഫ്രണ്ട് സസ്പെൻഷൻ ആണെങ്കിലും റിയർ സസ്പെൻഷൻ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ആ ലോഡിലും കൂടുതൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതേപോലെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് ഇതിന്റെ ബ്രേക്കിങ്, നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് തന്നെ ഈ വണ്ടിക്ക് യമഹക്കാർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡുവൽ ചാനൽ ABS കൂടെ. അപ്പൊ ടയർ സ്കിപ്പ് ഒന്നുമില്ല, അപ്പോൾ നല്ല ബ്രേക്കിംഗ് ആണ്. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്
ഇതൊരു 150-160 കിലോമീറ്റർ 140-150 കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ളൊരു വണ്ടിയല്ല. അതായത് ടോപ്പിന് കയറി പോയി കഴിഞ്ഞിട്ട് വണ്ടി നിർത്താൻ നോക്കിയാൽ ചിലപ്പോൾ ഈ വണ്ടി നിൽക്കൂല. അതായത് ഈ വണ്ടി അതിനുള്ള വണ്ടി ഇതാകെ 150cc ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടോപ്പ് എൻഡ് നോക്കിയാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിൽ ഈ വണ്ടി സെലക്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് വെറും ഒരു 150cc വണ്ടിയുള്ളൂ. അപ്പോൾ ഈ 150cc വണ്ടി ഇവരുദ്ദേശിക്കുന്ന ഒരു 120 വരെയുള്ള സ്പീഡിൽ പോകുമ്പോഴുള്ള ബ്രേക്കിംഗാണ് ഇവർ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 140-150 ഒക്കെ അടിച്ച് നിങ്ങൾക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വല്ല ഡ്യൂക്ക് 390 അല്ലെങ്കിൽ ഒരു ഡൊമിനർ 400 അങ്ങനത്തെ വണ്ടികളായിരിക്കും ബെറ്റർ. കാര്യം അതിന് ആ ഒരു സ്പീഡിൽ പോയിട്ട് നിർത്താനുള്ള ബ്രേക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ BS6 R15 V3 സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവില്ല. അതിനുള്ളൊരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ വണ്ടിയിൽ മാത്രമായിട്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു സംഭവം, അതായത് ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടു, അതിന് വണ്ടി ഇപ്പോൾ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്തു, ഓൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും ഇല്ല. അതായത് എൻജിൻ സ്വിച്ച് ഓഫായി കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേപോലെയാണ്. സാധാരണ ഈ RS200 ഡൊമിനർ അങ്ങനത്തെ വണ്ടികളിലൊക്കെ ഈ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ പോലും അത് ക്രാങ്ക് ചെയ്യും, വണ്ടി ഓൺ ആവാൻ വേണ്ടി നോക്കുന്നു, പക്ഷേ വണ്ടി ഓൺ ആവില്ല. ഇതിന് ക്രാങ്കിങ്ങേ ഇല്ല. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഓഫായി കഴിഞ്ഞാൽ മാത്രമേ ഓൺ ആവൂ. എനിക്ക് പേഴ്സണലി ഈ വണ്ടിയുടെ ഫൈബർ ക്വാളിറ്റീനെ പറ്റി പറയുമ്പോഴേ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. എന്ന് പറഞ്ഞാൽ കൊള്ളില്ല എന്നല്ല, കുറച്ച് കുറവ്. എൻ്റെ R15 V2 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫൈബർ പീസുകൾക്ക് ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നി. അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആവാം, ചിലപ്പോൾ സത്യമാവാം. നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിക്കോ. കാര്യം ഇവിടെയൊക്കെ കുറച്ച് ബലം കുറവ്. ടാങ്ക് ആണെങ്കിലും അത്ര ബലം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ ലോക്കുകളുടെ എന്തോരം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്, ഫൈബറാണ് മുകളിലെല്ലാം. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങിൽ എനിക്ക് കുറച്ച് അപാകത തോന്നുന്നുണ്ട്. അതായത് ഈ ഫിറ്റിങ്ങുകളിലൊക്കെ ഈ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഏകദേശം 1.88 ഓൺ റോഡുള്ള വണ്ടിയാണ്, എന്നിട്ടും ഇത് കുറേ ഭാഗത്ത് ഇതേപോലത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇല്ല, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലേ. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ വണ്ടി മറഞ്ഞാടൊക്കെ പോയിട്ട് പുതിയ വണ്ടിയാണ്, ഒന്നും ചെയ്തിട്ടില്ല, കമ്പനി നിന്ന് ഇറക്കിയ അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ഫിറ്റിങ്സ് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.88 ആണ് വരുന്നത്. അത് ഈ കളറാണ് അവരുടെ ഏറ്റവും കൂടിയത്. ഇത് ബ്ലാക്ക് നൈറ്റ് എഡിഷൻ എന്ന് പറയും. പിന്നെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന റേസിംഗ് ബ്ലൂ, അതിന് 185 ആയിട്ട് വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിഡായിട്ട് വരുന്ന കളറാണ് തണ്ടർ ഗ്രേ, അതിന് 186 ആണ് കൊച്ചിയിലുള്ള ഒരു ഷോറൂമിൽ. പിന്നെ ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുമ്പോഴേ ഏകദേശം ഒരു 50 അറൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. ഒരു 50യുടെ അടുത്ത് ഫസ്റ്റ് സർവീസിന് മുമ്പ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല, ആകെ 300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലും ഏകദേശം ഒരു 50-ന് മുകളിൽ കിട്ടും. കാര്യം BS4 വണ്ടിക്ക് ഏകദേശം ഒരു 50-55 കിട്ടുന്നവരുണ്ട്. അപ്പോൾ അതിനേലും 10% അല്ലെങ്കിൽ 15% BS6-ന് കൂടുതൽ മൈലേജ് വേണം. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 55-ന് മുകളിൽ കിട്ടും ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞ് മര്യാദയ്ക്ക് ഓടിച്ചാൽ. പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 90, 100, 110 വരെ ക്രൂസ് ചെയ്ത് പോകാം. അത് VVA ഞാൻ പറഞ്ഞല്ലോ, VVAയുടെ ഒരൊറ്റ ഗുണമാണ്, നിങ്ങൾ റെഡ് ലൈൻ ചെയ്ത് പോയാലും വണ്ടി മടുക്കൂല. VVA ഓൺ ആകുമ്പോൾ വണ്ടി കൂടുതൽ ഒരു അഗ്രസീവ് ആവും. അത് ഞാൻ വേണമെങ്കിൽ ഒരു ബ്ലോഗായിട്ട് വേറെ ചെയ്തുതരാം, VVAയുടെ വർക്കിംഗ്. പിന്നെ ഞാൻ ഇതിൻ്റെ ടയേഴ്സിനെ പറ്റി പറയാൻ വിട്ടുപോയി. ഇത് ഏകദേശം 180/R17, അത് 140/70/R17 എനിക്ക് BS4 വെച്ച് നോക്കുമ്പോൾ BS6-ന് കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുന്ന പോലെയുണ്ട്. അത് ഞാൻ അന്വേഷിച്ച ഓണേഴ്സിനും അതേ ഒരു ഫീൽ തന്നെ ആയിരിക്കും. അത് റേഡിയൽ ടയേഴ്സ് ആയതിൻ്റെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ സ്പോർട്ട് പോലത്തെ ഒരു പൊസിഷൻ ഇഷ്ടമുള്ള ആൾക്കാർ എടുത്താൽ മതി. ഇതേപോലെ ഇരിക്കാൻ, ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററിൽ ഇരിക്കാണ്ട് വണ്ടി ഓടിക്കാൻ നോക്കുവാണെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ പെയിൻ ഉണ്ടാവും. അങ്ങനെ കുറേ വണ്ടികൾ ഇപ്പോൾ തന്നെ സെയിലിനും OLX-ലും അങ്ങനെയുള്ളവരെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് മാത്രം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഈ വണ്ടി എടുക്കുക. ഈ വണ്ടി പിന്നെ കുറച്ച് ക്യാഷ് ഉള്ളവർ എടുക്കുന്നതായിരിക്കും പെട്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ബാക്കിയുള്ള 150cc സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്നും പറഞ്ഞ് ഭയങ്കര ക്യാഷ് എന്നല്ല, ബാക്കിയുള്ള 150ക്ക് ഒരു സർവീസിന് 1000 രൂപ വരുമെന്ന് വിചാരിച്ചു, ഈ വണ്ടി ചിലപ്പോൾ ഒരു 1300, 1400 രൂപ ചിലപ്പോൾ വരും. അങ്ങനെ ഒരു കോസ്റ്റ്ലിയാണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിലും ഇതിൻ്റെ ടയർ ആണെങ്കിലും ഇതിൻ്റെ ബ്രേക്ക് പാഡ് കോസ്റ്റ് ആണെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും അതേപോലെ റേറ്റ് കൂടുതലാണ് ബാക്കി വെച്ച് പോകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യും. പിന്നെ ആരെങ്കിലും V3 എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. ഈ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ VBA എന്താണ്, പിന്നെ ഡ്യുവൽ ചാനൽ ABS, അതായത് ABS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെന്താ സ്ലിപ്പർ ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനതൊരു വ്ലോഗായി ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ താങ്ക് യു.